റബ്ബർ വില കിലോയ്ക്ക് 235 രൂപയിലേക്ക് കുതിച്ചെത്തിയിട്ടും ഗുണം കിട്ടാതെ റബ്ബർ കർഷകർ. റബ്ബർ വില 4 മാസമായി കൂടി വരികയാണ്. കച്ചവടക്കാർ ബോർഡ് പ്രസിദ്ധീകരിച്ച വിലയിൽ നിന്ന് കൂട്ടി 240 രൂപയ്ക്ക് വരെ വാങ്ങാൻ തയ്യാറായിട്ടും വിപണിയിൽ ആവശ്യത്തിന് റബ്ബർ ലഭിക്കുന്നില്ല. 12 വർഷത്തിനുള്ളിലെ ഏറ്റവും ഉയർന്ന വിലയാണ് ഇപ്പോഴുള്ളത്. വിദേശ വിപണികളിലും റബ്ബർ വില കൂടിയിട്ടുണ്ട്. ഫെബ്രുവരിയിൽ വേനൽ കനത്ത് തോട്ടങ്ങളിൽ റബ്ബർ ടാപ്പിംഗ് നിർത്തിയിരുന്നു. മെയ് അവസാനം മഴയെത്തുകയും ചെയ്തു. മഴ കാരണം മഴമറയിടാത്ത തോട്ടങ്ങളിൽ മാസങ്ങളായി ടാപ്പിംഗ് നടക്കുന്നുമില്ലായിരുന്നു. കേരളത്തിലെ 60% തോട്ടങ്ങളിലും ഈ അവസ്ഥ തന്നെയാണ്. മഴമറയിട്ട റബ്ബർ തോട്ടങ്ങളിലാകട്ടെ തുടർച്ചയായ മഴ ടാപ്പിംഗ് തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഇത് റബ്ബർ ഉൽപാദനം കുറയാൻ കാരണമായി. ഈ സാഹചര്യങ്ങളിൽ വിപണിയിൽ ആവശ്യത്തിന് റബ്ബർ എത്താതായതോടെ വില കൂടുകയും ചെയ്തു. കൂടാതെ ടയർ വ്യവസായ മേഖലയിൽ നിന്നും മറ്റും കൂടുതൽ റബ്ബർ ആവശ്യപ്പെടുന്നുമുണ്ട്. ഈ സാഹചര്യം മുതലാക്കി കൂടുതൽ ഇളവുകളോടെ ഇറക്കുമതിക്ക് അവസരം വേണമെന്ന് ടയർ വ്യവസായികൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട്. സെപ്റ്റംബറോടെ മഴ മാറി തോട്ടങ്ങളിൽ ഉൽപാദനം നടക്കും. ഈ സമയത്ത് കൂടുതൽ ഇറക്കുമതി കൂടി വന്നാൽ വിലയിടുന്ന സാഹചര്യമുണ്ടാകും. 2023-24 കാലത്ത് 8,57,000 ടൺ റബ്ബർ ഉൽപ്പാദിപ്പിച്ചിരുന്നു. 14,16,000 ടണ്ണായിരുന്നു ഉപഭോഗം. ഇറക്കുമതി 4,92,682 ടണ്ണും കയറ്റുമതി 4,199 ടണ്ണുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.